ഹായ്, ഇന്ന് നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർഷമൊന്നും ഞാൻ ചക്ക തിന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഈ വർഷത്തിൻ്റെ ആദ്യത്തെ ചക്കയാണ്. പക്ഷേ ആ ഇമ്പ്രഷനൊക്കെ കളഞ്ഞു, കാരണം ഒട്ടും മധുരമില്ല. അപ്പോൾ മധുരം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് മധുരം കൂട്ടിയിട്ട് എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു അറിവിൽ എനിക്കുണ്ടാവുന്ന രീതിയിൽ ഞാനൊരു സാധനം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്കയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഞാനത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്, ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് നമുക്ക് പഞ്ചസാര ഇട്ടെടുക്കുക, കാരണം ഇതിൽ ഒട്ടും മധുരമില്ല, ഒരു കയ്പ്പാണ് വരുന്നത്, അല്ലെങ്കിൽ ചെറിയ പുളിപ്പാണ് ഹൈലൈറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയിലും ഒഴിച്ചാൽ മതി. ഇനി നമ്മുടെ ചക്ക ഐറ്റത്തിന് കുറച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും ഇതിലേക്ക് വറുത്ത് കോരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണക്കമുന്തിരി കുറേ നേരത്തെ ഇളക്കലിന് ശേഷം പയ്യെ പയ്യെ വീർത്ത് വരുന്നുണ്ട്. അങ്ങനെ ഞാൻ നല്ല ഉണ്ട കുട്ടപ്പനാക്കിയിട്ട് അതിനെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് ഇനി നമുക്ക് നമ്മുടെ കാഷ്യൂനട്ടും ഇതിലേക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ കാഷ്യൂനട്ടും ഇതിലേക്കിട്ട് ഇനി നമുക്കിതിൻ്റെ കളർ മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മുടെ ചിരണ്ടി വെച്ചിട്ടുള്ള അരമുറി തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ വേവ് വരുമെന്ന് എനിക്കറിയാൻ പാടില്ല, ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും നമുക്ക് മതിയാകും. അങ്ങനെ 2 മിനിറ്റ് ആവുന്നതുവരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാധനം സെറ്റാകും. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എങ്ങാനും മധുരം കുറവാണെങ്കിലോ തേങ്ങയും കൂടി ഇടുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി ഇട്ടേക്കുന്ന മധുരം ഒന്ന് കുറയുമല്ലോ. അപ്പം തേങ്ങക്കും കൂടി ഇട്ടുള്ള രീതിക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതും ഇങ്ങനെ ഇളക്കി എല്ലായിടത്തും ആ പഞ്ചസാര എത്തുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അത് ആ വെള്ളം വറ്റുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറി ഒരു ടൈറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മാക്സിമം ഇളക്കി എല്ലാ ഭാഗത്തും ആ തേങ്ങയൊക്കെ എത്തിക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. ഓക്കെ, അങ്ങനെ ഇളക്കി ഞാൻ ഈ ഒരു പരുവത്തിലേക്ക് എത്തിച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും തിന്നോക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വിഭവം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇതേപോലത്തെ സാധനം വീട്ടിലുണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ.